ഏഷ്യയിലെ വിവിധ റേഡിയോ നിലയങ്ങളിലൂടെ പ്രിൻസ് ഓഫ് പീസ് എന്ന പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കപ്പെട്ട അന്ത്യകാല ലക്ഷണങ്ങളും ബൈബിൾ പ്രവചനങ്ങളും എന്ന വിഷയത്തിന്റെ ചോദ്യോത്തര പ്രക്ഷേപണ പരിപാടികളാണ് നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ കേൾക്കുന്നത് www.divinevoiceofchrist.org/ഇന്റർനെറ്റ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോ മാധ്യമത്തിലൂടെയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തുടർന്ന് ഈ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ നമ്പറുകൾ ദയവായി ശ്രദ്ധിക്കുക. 9494144999 9495446029. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ. വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. നോക്കുക, ഏതായാലും ഞാൻ കഴിഞ്ഞ ഇടയിൽ ഈ മൂന്നാർ ഈ പ്രദേശങ്ങളിൽ ചെന്നപ്പോൾ, ഈ തേയില വളർത്തുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞത് കേട്ടിട്ട് ചായ കുടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ രാവിലെ ചായ കുടിച്ചു പോവുകയാണ്. എല്ലാ 15 ദിവസം കൂടുമ്പോഴും ഈ തേയിലയുടെ കൊളുന്തിൽ വിഷാംശം അടിക്കും. ആ വിഷം അടിച്ചില്ലെങ്കിൽ കൊളുന്ത് പറിച്ചെടുക്കാനൊക്കില്ല. എല്ലാ 15 ദിവസം കൂടുമ്പോഴും ആ കൊളുന്ത് പറിച്ചെടുത്തിട്ട് അത് കഴുകുന്നൊന്നുമില്ല. അത് അതുപോലെ ഉണങ്ങി പൊടിച്ച് നമുക്ക് ചായപ്പൊടിയായിട്ട് കിട്ടുമ്പോൾ രാവിലെ നമ്മൾ തിളപ്പിച്ച് കുടിക്കുന്നത് ചായയുടെ കൂടെ അല്പം ഫുരുഡാൻ പോലുള്ള വിഷം കൂടാണ്. ചായയും വിഷവും കൂടെയാണ് നമ്മൾ രാവിലെ കുടിക്കുന്നത്. അവിടും നമ്മൾ ആരംഭിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് നടന്നൊരു വാർത്ത കേട്ടു. നടന്നൊരു സംഭവമാണ്. ഒരു അമ്മയ്ക്ക് ജനിച്ചൊരു കുഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് മരിച്ചുപോയി. യാതൊരു രോഗവും ഇല്ലാത്ത ആരോഗ്യവാനായ ആ കുഞ്ഞ് മരിച്ചപ്പോൾ ഡോക്ടേഴ്സിന് വളരെ ജിജ്ഞാസയായി അവർ അന്വേഷണം നടത്തിയപ്പോൾ ഈ കുഞ്ഞിന്റെ ചോരയിൽ ഫുരുഡാൻ വളരെ കൂടുതലാണെന്ന് മനസ്സിലായി. ഇതെന്താണ് കുഞ്ഞിന് ഫുരുഡാൻ കൂടിയതെന്ന് അവർ അന്വേഷിച്ചപ്പോൾ അമ്മ ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്നപ്പോൾ ഛർദില് വളരെ കലശലായിട്ടുണ്ടായിരുന്നുകൊണ്ടും ആ അമ്മയ്ക്ക് കഴിക്കുവാൻ ആകെ ഇഷ്ടമുണ്ടായിരുന്ന ഭക്ഷണം ഏത്തപ്പഴമായിരുന്നു. ഏത്തപ്പഴം, ഈ ഏത്തവാഴയുടെ തൈ നടുമ്പോൾ വളവും ഫുരുഡാനും കൂടെ ചേർത്ത് മണ്ണിൽ ചേർത്തിട്ടാണ് ഈ വിത്ത് തന്നെ നടുന്നത്. അതിന്റെ ഓരോ ഇലകൾ വരുമ്പോഴും ഫുരുഡാൻ ഇട്ട് കൊടുക്കുക. ഈ വാഴ ആ ഫുരുഡാനെ വലിച്ചെടുക്കുകയാണ്. അതിന്റെ ഏത്തപ്പഴത്തിനകത്ത് ഫുരുഡാനുണ്ട്. ഈ അമ്മയുടെ ഏറിയ പങ്ക് ഭക്ഷണവും ഈ ഏത്തപ്പഴമായതിനാൽ അമ്മയിൽ നിന്ന് ഈ കുഞ്ഞിന് ഫുരുഡാൻ വളരെയധികം കിട്ടിയ കുഞ്ഞ് 3-ാം ദിവസം മരിച്ചുപോയി. ആ വിഷത്തിന്റെ ഭയങ്കരത്വം നിമിത്തമാണ് മരിച്ചുപോയത്. ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഇന്ന് ക്യാൻസർ മുതലായ രോഗങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത്? നമ്മള് മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ക്യാൻസർ മുതലായ രോഗങ്ങൾ മനുഷ്യന്റെ ഇടയിൽ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം എനിക്ക് എന്റെ ചിന്തയിൽ വരുന്നത്, ഈ മഹാവ്യാധികൾ, ക്യാൻസർ അതുപോലെയുള്ള രോഗങ്ങളും വലിയ വലിയ വിപത്തുകളും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് മനുഷ്യൻ ദൈവത്തിനെതിരെ വിരൽ ചൂണ്ടുകയാണ്. എന്നാൽ അതേസമയം സാർ ആദ്യം വായിച്ചു കേൾപ്പിച്ച ബൈബിളിലെ പ്രവചന പ്രകാരം ദൈവം വളരെ വ്യക്തമായി മനസ്സിലാകാവുന്ന ഭാഷയിൽ കൊടുത്ത കൽപ്പന, കൂട്ടുവിത്ത് വിതയ്ക്കരുത് എന്നുള്ള കൽപ്പന ലംഘിച്ചതുകൊണ്ടല്ലേ ഇതൊക്കെ കാരണമായി തീരുന്നത്? അവിടെ ദൈവത്തിനെതിരെ വിരൽ ചൂണ്ടാൻ മനുഷ്യന് യാതൊരു തരത്തിലും പറ്റുകയില്ല എന്നല്ലേ? ദൈവത്തിന്റെ പ്രമാണങ്ങളെ ഒരു മനുഷ്യൻ ലംഘിക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ അവൻ കൊയ്യും. ഞാനൊരു വാക്യം വായിച്ചു കേൾപ്പിക്കട്ടെ. ഒരു പ്രവാചകനായ മീഖയിൽ കൂടെ ദൈവം പറഞ്ഞാണ്. 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം.
പ്രവാചകന്മാരും പൂർവപിതാക്കളും അരുളിയ വചനമിതാ ഭൂവിൽ വരവാ. ഒരു പ്രവാചകനായ മീഖയിൽ കൂടെ ദൈവം പറഞ്ഞാണ് 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, എന്നാൽ ഭൂമി നിവാസികൾ നിമിത്തവും അവരുടെ പ്രവൃത്തികളുടെ ഫലം ഹേതുവായും ശൂന്യമായി തീർന്നു. ഇത് എത്ര വർഷം മുമ്പുള്ള പ്രവചനമാണ്? ഏതാണ്ട് 2500 വർഷം മുമ്പ്. 2500 വർഷം മുമ്പ് പറഞ്ഞു. ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? ഭൂമി നിവാസികൾ നിമിത്തവും അവരുടെ പ്രവൃത്തികളുടെ ഫലം ഹേതുവായും ശൂന്യമായി തീർന്നു. ഭൂമി മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് മലിനമായി പോയി. ഞാൻ മറ്റൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ പ്രസിദ്ധനായ ഒരു പ്രവാചകനാണ്. ആ പ്രവാചകൻ ദൈവം പറഞ്ഞ വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ അവിടെ പറയുന്നു. അതിന്റെ 24-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ അത് ശ്രവിക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ 5-6 വാക്യത്തില് ഭൂമി അതിന്റെ നിവാസികളാൽ മലിനമായി ഇരിക്കും. അവർ പ്രമാണങ്ങളെ ലംഘിച്ചു, ചട്ടങ്ങളെ മറിച്ചു, നിത്യനിയമത്തിന് ഭംഗം വരുത്തി. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. ഭൂമിയിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. എന്തുകൊണ്ട്? അവർ ദൈവത്തിന്റെ പ്രമാണങ്ങളെ ലംഘിച്ചു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി. ദൈവം പറഞ്ഞിരുന്നോ കൂട്ടുവിത്ത് വിതയ്ക്കരുതെന്ന്, കോർപ്സ് മോളിനേഷൻ നടത്തരുതെന്ന്? വ്യക്തമായിട്ട് ദൈവത്തിന്റെ കൽപ്പന വായിച്ചു കേട്ടല്ലോ നമ്മൾ. ദൈവം അവിടെ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്റെ ചട്ടങ്ങൾ പ്രമാണിക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അതെടുത്തു പറഞ്ഞു. മനുഷ്യൻ അത് ലംഘിച്ചു. ഇന്നിവിടെ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു, ഭൂമി അതിന്റെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ചു, ചട്ടങ്ങളെ മറിച്ചു, നിത്യനിയമത്തിന് ഭംഗം വരുത്തി. അതുകൊണ്ട് ഒരു കാരണമുണ്ട്. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം ബൈബിൾ ഒരു പഴഞ്ചൻ പുസ്തകമാണ്, ഇത് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ പുസ്തകമാണ് എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതിയുള്ള ഒരു തലമുറയുടെ മധ്യത്തിൽ ഇത് വളരെ ആശ്ചര്യകരമായ ഒരു വെളിപ്പാടും സത്യവുമായിട്ട് എനിക്ക് തോന്നുകയാണ്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും വരുന്ന തിക്താനുഭവങ്ങൾ മനുഷ്യൻ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. ദൈവത്തിനെതിരെ വിരൽ ചൂണ്ടാൻ പറ്റുക. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ലോകവ്യാപകമായി ക്യാൻസർ മുതലായ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വർദ്ധിക്കുകയാണ്. കാരണം അവൻ കഴിക്കുന്ന മാംസം അത് ആന്റിബയോട്ടിക്സും അതുപോലെ ഹോർമോൺസും ചേർന്നതാണ്. ഒരു പശുവിന്റെ പാല് അത് വിഷാംശം ചേർന്നതാണ്. നാം കുടിക്കുന്ന വെള്ളം, ഞാൻ എറണാകുളം പട്ടണത്തിൽ പാർക്കുന്ന, കൊച്ചി പട്ടണത്തിൽ പാർക്കുന്ന ഒരു വ്യക്തിയാണ്. മനോരമയുടെ ഒരു പ്രസിദ്ധീകരണമാണ് മെട്രോ മനോരമ എന്ന് പറഞ്ഞ് കൊച്ചി പട്ടണത്തോടുള്ള ബന്ധത്തിൽ അവർ ഇറക്കുന്ന ഒരു പത്രമുണ്ട്. 6/4/2005 ബുധനാഴ്ച വന്നത് ഞാൻ പ്രത്യേകം എടുത്തു എന്റെ കയ്യിൽ. ഞാൻ ആ പട്ടണത്തിൽ പാർക്കുന്നത് കൊണ്ട് ശ്രദ്ധയോടുകൂടെ ഞാനത് വായിച്ചു. അവര് എഴുതിയിരിക്കുന്നത് പെരിയാർ എന്ന നദിയുടെ സംരക്ഷണ മലിനീകരണത്തിന്റെ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന, ആക്ഷൻ കൗൺസിൽ പ്രസിദ്ധീകരിക്കുന്ന വാർത്തയാണ്. ആ വാർത്ത 600 കോടി രൂപയെങ്കിലും വേണം ഈ പെരിയാറ് ഒന്ന് ശുദ്ധീകരിക്കാൻ. നമ്മൾ പണ്ട് പാടുമായിരുന്നു, പെരിയാർ പർവ്വതനിരകളുടെ പനിനീര് എന്നും പറഞ്ഞ്. മനോഹരമായ ഒരു പാട്ടായിരുന്നു. പർവ്വതനിരകളുടെ പനിനീര്. ഇന്നത്തെ സ്ഥിതി എന്താണെന്നറിയാമോ? കൊച്ചി പട്ടണത്തിലെ 300 വ്യവസായശാലകളുടെ മാലിന്യം ഒഴുകുന്നത് ഈ പെരിയാറിലോട്ടാണ്. ഗാർഹിക മാലിന്യങ്ങളും ഈ പുഴയിലേക്ക് കടന്നു പോകുന്നു. കാർഷിക മേഖലയിലെ രാസവളങ്ങളും കീടനാശിനികളുടെയും അവശിഷ്ടങ്ങൾ മഴവെള്ളത്തിൽ ഒഴുകി ഇതിനകത്ത് വരുന്നു. എന്ന് പറഞ്ഞാൽ 300 വ്യവസായശാലകളിലെ മാലിന്യം, ഗാർഹിക മാലിന്യങ്ങള്, കാർഷിക മേഖലയിലെ രാസവളങ്ങളും കീടനാശികളും ഈ പെരിയാറ്റിൽ കടന്നു വന്നിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മനോരമ പ്രസിദ്ധീകരിച്ച പത്രത്തിൽ ഞാൻ കണ്ടു, ചുവന്ന നിറത്തിൽ ഈ ആറ്റിലെ വെള്ളം ഒഴുകുന്നു. കഷ്ടം തന്നെ. പെരിയാറേ പെരിയാറേ പർവ്വതനിരകളുടെ പനിനീരേ എന്നുള്ള പാട്ട് ഫാക്ടറികളുടെ വിഷലിപ്തമേ എന്ന് പാടേണ്ടതായിരിക്കുന്ന കാലം വന്നിരിക്കുക. എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഈ വെള്ളമാണ് കൊച്ചി പട്ടണത്തിൽ കുടിക്കാൻ പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനതാണ് പറഞ്ഞു വന്ന വിഷയം. അവൻ കുടിക്കുന്ന വെള്ളം മലിനപ്പെട്ടു, അവൻ കഴിക്കുന്ന ഭക്ഷണം മലിനപ്പെട്ടു. യാതൊരു പച്ചക്കറികളും നമുക്ക് വിശ്വസിച്ച് മേടിച്ച് കഴിക്കാൻ സാധ്യമല്ല. മുന്തിരി മേടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മുന്തിരി ഉണ്ടാക്കുന്നവർ തന്നെ പറയുന്നു, വിഷം കലർത്തിയ ജലം ഈ മുന്തിരി കൊലയെ അതിനകത്ത് മുക്കിയെടുക്കുക, അല്ലെങ്കിൽ അത് പ്രാണികൾ കുത്തിക്കളയും. നമുക്ക് ഏറ്റവും അധികം വിഷാംശം കലർന്നൊരു ഭക്ഷണ സാധനമാണ് നമ്മുടെ പാവയ്ക്ക. അത് ക്ലീൻ ചെയ്ത് കളയാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ നാളുകൾ പറയുന്നു, പച്ചക്കറി മേടിച്ചാൽ വെള്ളത്തിനകത്ത് കുതിർത്തിട്ട് ഏതാനും മണിക്കൂറെങ്കിലും ഉപ്പും കൂടെ ചേർത്ത് കുതിർത്തിട്ട് കഴുകിയെടുത്ത് എടുക്കാവെന്ന് പറയുന്നതിന് കാരണം ഇത് മുഴുവൻ പെസ്റ്റിസൈഡ്സ്, വിഷാംശങ്ങൾ ചേർന്നിരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, കഴിക്കുന്ന ഭക്ഷണങ്ങൾ മലിനപ്പെട്ടു, കുടിക്കുന്ന വെള്ളം മലിനപ്പെട്ടു, അവന്റെ പാല് മലിനപ്പെട്ടു, അവൻ ശ്വസിക്കുന്ന വായു മലിനപ്പെട്ടു. മനുഷ്യൻ അങ്ങനെ ജീവിക്കും.
ഈ ശരീരത്തിന് ദൈവം ഒരു ശക്തി തന്നു, അവന്റെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളയാൻ. എന്നാൽ ഇന്ന് ആ ശരീരത്തിന് പുറത്തു കളയാൻ കഴിയുന്നതിൽ ഉപരി വിഷങ്ങൾ അകത്തി ചെല്ലുമ്പോൾ അവന് രോഗികളായി മാറും. ഈ പറഞ്ഞ പ്രതിഭാസങ്ങളെല്ലാം വാസ്തവത്തിൽ മനുഷ്യന്റെ ബുദ്ധിയിൽ അവൻ ദൈവത്തെ കൂടാതെ പടുത്തുയർത്തിയ പ്രമാണങ്ങളും അവന്റെ ബുദ്ധിയും ഉപയോഗിച്ചതുകൊണ്ട് വന്ന ഒരു തിക്താനുഭവമല്ലേ? തിക്താനുഭവമാണ്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവ വഴികളിൽ പോകുന്നതാണ് ഏത് മനുഷ്യന് ശുഭകരമായിട്ടുള്ളതല്ലേ? അതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യം. ദൈവം ഒരു കാര്യം പറയുമ്പോൾ അതങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ സങ്കീർത്തനത്തൊരു വാക്യമുണ്ട്, ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും എതിരായിട്ട് എഴുന്നേൽക്കുന്നു. നാം അവരുടെ കയറുകളെ പൊട്ടിക്കുക, അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക എന്ന് പറയുമ്പോൾ നാം അടുത്തായിട്ട് വായിക്കുന്ന സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ദൈവം ചില അതിരുകളും ചില വരമ്പുകളും ഒക്കെ വെച്ചു. മനുഷ്യനത് പൊട്ടിച്ചു കളയാൻ നോക്കുമ്പോൾ ഇതിനെ എഴുതി തന്ന ദൈവത്തിനും അവന്റെ അഭിഷിക്തനും എതിരായിട്ട് മനുഷ്യൻ ശബ്ദമുയർത്തുകയാണ്. അതിന്റെ ഭവിഷ്യത്തുകൾ അവൻ തന്നെ കൊയ്യും എന്നുള്ളത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് അവൻ ആ ചെയ്യുമ്പോൾ അത് നോക്കി ചിരിക്കുന്നത്. ഈ വിലയേറിയ വസ്തുതകൾ എനിക്ക് തോന്നുന്നത് ആധുനിക തലമുറയ്ക്ക് ദൈവം വേണ്ട, ദൈവിക പ്രമാണങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആധുനിക തലമുറയ്ക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതെ, ആധുനിക തലമുറ മനസ്സിലാക്കുന്നില്ല നമ്മുടെ പുറകിൽ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യനെ സ്നേഹിക്കുകയും അവന്റെ നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അവൻ ആത്മികമായും ഭൗമികമായും ശുഭകരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ഭൂമിയെ ഇത്ര മനോഹരമായിട്ട് അവൻ സൃഷ്ടിച്ചത്. അവന്റെ സൃഷ്ടിപ്പിന്റെ ഓരോ ദിവസവും നല്ലതെന്ന് രേഖപ്പെടുത്തിയിട്ട് അതിനെ കാത്തുസൂക്ഷിക്കാൻ അവൻ ദൈവത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഒരു വാക്യം വായിക്കുന്നു. ഈ വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് ബൈബിളിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ്. ദൈവം ന്യായം വിധിക്കുമ്പോൾ 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള കാലവും വന്നു. അപ്പോൾ ഭൂമിയെ നശിപ്പിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ഭൂമിയെ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. അവൻ അതിനെ മലിനപ്പെടുത്തി, ദൈവപ്രമാണങ്ങൾ ലംഘിച്ച് അതിന്റെ ഭവിഷ്യത്തുകൾ കൊയ്ത് മനുഷ്യൻ അയ്യം വിളിക്കുകയും അയ്യോ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. യേശുക്രിസ്തു മടങ്ങി വന്ന് സകലവും യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതല്ലാതെ ലോകത്തിൽ ഒരു ഭരണകർത്താവിനും ഇനിയും കാര്യങ്ങൾ ക്രമീകരിപ്പാൻ. എന്നാൽ ദൈവം മനുഷ്യന്റെ ചരിത്രത്തിൽ ഇടപെടാൻ പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം. ആ ദിവസത്തിൽ സംഭവിക്കുന്ന 1-2 വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 22-ഉം 23-ഉം വാക്യം നോക്കാം. അതായത് ഈ കർത്താവിന്റെ ദിവസത്തിൽ ദൈവം മനുഷ്യചരിത്രത്തിൽ ഇടപെടുന്ന കാലഘട്ടത്തെ കുറിച്ചുള്ള ഈ പ്രവചനമാണോ? അതെ, അതാണ് വായിക്കാൻ പോകുന്നത്. ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സർവ്വഭൂമിയിലും വരുവാൻ നിർണയിച്ചിരിക്കുന്ന ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയിങ്കൽ നിന്ന് കേട്ടിരിക്കുന്നു. ചെവി തന്ന് എന്റെ വാക്ക് കേൾപ്പീൻ, ശ്രദ്ധ വെച്ച് എന്റെ വചനം കേൾപ്പീൻ. നിൽക്കൂ ജനമേ, ശ്രവിക്കൂ. തെറ്റുകൾ, പരാജയങ്ങൾ ഏറ്റുപറഞ്ഞാൽ യേശുക്രിസ്തു നമ്മോട് ക്ഷമിച്ച് നമ്മെ പുതുമനുഷ്യരാക്കി തീർക്കും. യൂട്യൂബിൽ വിലാസം ജോൺ സെബാസ്റ്റ്യൻ ആൻഡ് ജോൺ ബി തോമസ് ചാനൽ. വിസിറ്റ് അവർ വെബ്സൈറ്റ് www.peaceministry.org. God bless you. പനിനീർ പുഷ്പം ശാരോനിലവൻ താമരയുമേ താഴ്വരയിൽ. പനിനീർ പുഷ്പം ശാരോനിലവൻ താമരയുമേ താഴ്വരയിൽ. വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനേ. വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ഇന്റർനെറ്റ് റേഡിയോയിൽ, അതായത് ഡിവൈൻ വോയിസ് ഓഫ് ക്രൈസ്റ്റ് .org/ഇന്റർനെറ്റ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്.
മറക്കാതെ ഈ പ്രോഗ്രാം അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ഇന്റർനെറ്റ് റേഡിയോയിൽ കേൾക്കുവാൻ നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പകർന്നാ തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം